നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1947 ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2025 അവസാന ഘട്ടത്തിൽ. പക്ഷേ അന്ന് കിട്ടിയ സ്വാതന്ത്ര്യം അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചില സമയങ്ങളിൽ തോന്നിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനെതിരെ ഉണ്ടായിട്ടുള്ള സൈബർ ബുള്ളിങ്ങുകൾ കാണുമ്പോൾ തോന്നുന്നത്. ഈ നാട്ടിൽ ഇന്നും രാജാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. അതായത് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവസാനമായിട്ട് ആദരമർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ അവിടെ അച്ഛനെ ഓർത്ത് വിതുമ്പുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ വിയോഗത്തെ ഓർത്ത് ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മകൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, ബഹുമാനിച്ചില്ല എന്നതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ധ്യാൻ ശ്രീനിവാസനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്, ഇവിടെ എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക ബഹുമാനം? ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ തന്നെ ധ്യാനിനെയും ധ്യാൻ്റെ സഹോദരനായിട്ടുള്ള വിനീതിനെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ അവരോടൊന്നും ബഹുമാനം കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷേപമോ സൈബർ അറ്റാക്കോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഒരു CPM മുഖ്യമന്ത്രിക്ക് മാത്രം പ്രത്യേകമായിട്ട് അത്തരം ഒരു ബഹുമാനം കൊടുക്കണം എന്നുള്ള ഒരു വാശി പിടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ആ വ്യക്തിയെങ്കിൽ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന ഒരാളുടെ വിയോഗത്തിൽ മനസ്സ് തളർന്ന് എന്തോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനോടാണ് നിങ്ങൾ ആ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. പലരും ചോദിക്കുകയാണ്, എന്നാലും എൻ്റെ ധ്യാനെ ആ മനുഷ്യനെ എടുത്തു വന്ന് നിൽക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ബഹുമാനിച്ചൂടായിരുന്നു എന്ന്. ഒരിക്കലെങ്കിലും ആ ഒരു മനുഷ്യനോട് ബഹുമാനമില്ലാതെ നിൽക്കാൻ എങ്ങനെ തോന്നിയെന്ന്, ഒന്നുമില്ലെങ്കിലും അതൊരു മുഖ്യമന്ത്രിയല്ലേ എന്ന്. ഈ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ എന്ന് തോന്നാനുള്ള കാരണവും. കാരണം പണ്ടൊക്കെ രാജാധിഭരണ കാലഘട്ടത്തിൽ ഒരു രാജാവ് ഏതെങ്കിലും വഴിയെ വരുന്നുണ്ട് എങ്കിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഒരുപാട് പ്രജകൾ ആ വഴിയുടെ മുൻവശത്ത് ആദ്യം ഓടിയെത്തും. അവിടെ നിന്ന് രാജാവ് വരുന്നുണ്ട് എന്നുള്ള ഒരു കാഹളം മുഴക്കും. ആ കാഹളം കേട്ട് അതുവഴി വരുന്ന സാധാരണക്കാരായ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ ഓടി ഒളിക്കണമായിരുന്നു. ആ വഴിയിൽ നിന്നും ഈ രാജാവിൻ്റെ വഴിയുടെ മുൻവശത്ത് രാജാവിൻ്റെ ദൃഷ്ടി പോലും പതിക്കുന്ന സ്ഥലത്തേക്ക് എത്തരുത് എന്നും, അഥവാ അങ്ങനെയൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരായ മനുഷ്യനെ വഴിയിൽ കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ക്രൂരകൃത്യമായിരുന്നു. ഒരുപക്ഷെ ആ രാജഭരണകാലത്ത് പലപ്പോഴും അത്തരത്തിൽ വഴിയിൽ അകപ്പെട്ടുപോയ സാധാരണക്കാരായ ജനങ്ങളെ ക്രൂശിക്കുന്ന ഒരു ഭാഗം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ രാജാവ് താൻ ഉള്ള ഒരാളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് 7 തവണ കുളിക്കുന്നതടക്കമുള്ള ഒരുപാട് ആചാരങ്ങൾ കൊണ്ടുവന്നിരുന്ന സമയം. ആ രാജഭരണ കാലത്ത് തന്നെയാണോ നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്നതാണ് ഒരു മുഖ്യമന്ത്രിയെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ നടൻ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ ധ്യാൻ ബഹുമാനപൂർണ്ണം എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാത്തതിന് പേരിൽ സൈബർ ആക്രമണം തുടരുന്നത് എന്നുള്ളതാണ്. വളരെ വലിയൊരു ആക്ഷേപം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആദരവ് നൽകി പെരുമാറണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അച്ഛനെ ഒരു നോക്ക് കാണാൻ വന്നപ്പോൾ അല്പം ബഹുമാനമൊക്കെ ആകാം. രാഷ്ട്രീയം നോക്കണ്ട, പ്രായത്തെയെങ്കിലും ഒന്ന് മാനിച്ചുകൊണ്ട് എഴുന്നേൽക്കാമായിരുന്നു. എഴുന്നേറ്റില്ലെങ്കിലും വേണ്ട, അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ ആ കയ്യിലൊന്ന് തൊടുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്നതടക്കമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആക്ഷേപ കമൻറ്റുകൾ എന്നുള്ളതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉയരുമ്പോൾ ധ്യാനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് ശ്രീയക്ക് രംഗത്തെത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പരിഹാസം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ധ്യാൻ പിന്നെ അങ്ങനെയാണ് എന്ന് വെക്കാം. പക്ഷേ ശ്രീനിവാസന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ട് വീണ്ടും കിടക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഒരു പരിഹാസമായിട്ടുള്ള ചോദ്യമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒന്നുമില്ലേലും പ്രായമായിട്ടുള്ള മനുഷ്യനല്ലേ എന്നാണ് വസന്തിന്റെ ആ വാക്കുകൾ. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് വക്താവ് വസന്ത് ഇത്തരത്തിൽ ധ്യാൻ ശ്രീനിവാസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ രാജാധിപത്യം ഇന്നും ഉണ്ടോ എന്ന് തോന്നുന്ന തരത്തിലാണ് പലപ്പോഴും CPMന്റെ നേതാക്കന്മാരുടെ ഇത്തരത്തിൽ ഓരോ ഇടപെടലുകളും നടപടികളും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദ പരാമർശം എന്നതിനേക്കാൾ ഏറ്റവും വലിയ ഹാസ്യരൂപേണയുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി
പ്രസംഗിച്ചപ്പോൾ ഹോൺ ഉണ്ടായി, മൈക്ക് ഹൗൾ ചെയ്തു എന്നതിൻ്റെ പേരിൽ മൈക്കിനെതിരെ അടക്കം കേസെടുക്കാൻ തയ്യാറെടുത്ത ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ഒരു പാരഡി ഗാനം ഇറങ്ങി. വലിയ രീതിയിൽ ജനങ്ങൾ അതിനെ ശ്രദ്ധിച്ചു. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ പാടുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭക്തിഗാനമായിരുന്നു പാരഡിയായിട്ട് ഉപയോഗിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് എഴുതിയ ആൾക്കെതിരെ അടക്കം നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സമീപനമാണ് ഇടത് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ധ്യാനിന് എതിരെ ഉണ്ടാകുന്ന ആരോപണം കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മൈക്കിനെതിരെ പോലും നടപടിയെടുക്കാൻ തുനിഞ്ഞവരാണ് അവർ എന്നുള്ളതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറിലാകുന്നത്. ആ സംഭവത്തിൽ മൈക്കിനെതിരെ നടപടി ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നു. അന്ന് വലിയ പരിഹാസത്തിനാണ് ആ ഒരു സന്ദർഭം വഴിയൊരുക്കിയത്. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചെന്ന് രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമനില തെറ്റിയ പെരുമാറ്റം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇത്ര സംശയത്തോടെ കാണുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലില്ല എന്നുമൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കാര്യങ്ങൾക്കും കേസെടുക്കുന്നുണ്ട്. ഈ രീതി തുടർന്നാൽ എങ്ങനെ ജീവിക്കുമെന്നും ജനാധിപത്യ സംവിധാനത്തിന് ചേരാത്ത പ്രവർത്തനമാണ്, അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഉണ്ടാകാത്ത സാഹചര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്നതെന്നും അന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഇത്രത്തോളം സംശയം ദൃഷ്ടിയോടെ കാര്യങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടിരുന്നു. ആരാണ് ഒന്നാം പ്രതി എന്ന് ചോദിക്കുമ്പോൾ മൈക്ക് എന്ന് പറയും, ആരാണ് രണ്ടാം പ്രതി എന്ന് ചോദിക്കുമ്പോൾ ആംപ്ലിഫയർ എന്ന് പറയും. ഇത്രയും വിചിത്രമായിട്ടുള്ള കേസ് ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചിലർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചു. കേസെടുക്കാൻ അവരുടെ ഹോബിയായിട്ട് മാറുന്നിരിക്കുകയാണെന്നും വെളിവ് നഷ്ടപ്പെട്ടവരിൽ ചിലരാണ് ഇക്കൂട്ടരെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കേസ് എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. ചൂടുവെള്ളത്തിൽ കുളിക്കുമോ, ഇനി അതിനും കേസ് എടുക്കുമോ എന്നതടക്കമുള്ള പരിഹാസവും അന്ന് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതേ രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് ഇന്നിപ്പോൾ ധ്യാനിനെതിരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കന്മാരാണ് ഇത്തരത്തിലൊരു ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്തം കമ്മികൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തിന് എടുക്കാം. എത്രമാത്രം വൈകാരികമായിട്ട് തളർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് മുഖ്യമന്ത്രിയെ മാത്രം ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്തായാലും ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാനെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാത്തതിൻ്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം ധ്യാനിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്തുണയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നടി ശൈലജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി ധ്യാനിനൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അമ്പു മുന്നിൽ മരിച്ചു കിടക്കുന്നത് സ്വന്തം ജീവൻ തന്നെയാകുമ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയോ മുന്നിൽ വന്നു നിന്നാലും അവരത് അറിഞ്ഞുകൊള്ളണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൈലജ ഒരു കുറിപ്പ് പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഈ ലോകത്തോട് തന്നെ വിട പറയുന്നത്. ഡയാലിസിസിനായി രാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആരോഗ്യം മോശമായതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ എത്തുന്നതിന് ഉടൻ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം തന്നെ അരങ്ങേറുന്നത്. എന്തായാലും ഈ ഒരു കാര്യം കൂടെ ആകുന്നതോടുകൂടെ പാർട്ടിക്ക് അകത്തും പുറത്തും, അതായത് പാർട്ടി എന്ന് പറയുമ്പോൾ ജയ് വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മനുഷ്യരാണ് എന്നുകൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊതുജന അഭിപ്രായം വരുന്നുണ്ട്. കാരണം പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് CPM നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്നത് എടുത്തു പറയേണ്ടതില്ല. ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതേപോലെ തന്നെ ഇതിനു മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉയർന്നു. മന്ത്രി V ശിവൻകുട്ടി ആകട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകട്ടെ, അതുപോലെയുള്ള എല്ലാ CPM നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ എന്നതിനേക്കാൾ ഉപരി അവരുടെ ധാർഷ്ട്യം തന്നെയാണ്
പലപ്പോഴും വിരോധാഭാസങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അവരാണ് രാജാവ്, അവർക്ക് കഴിഞ്ഞിട്ടേ ഈ നാട്ടിൽ എന്തുമുള്ളൂ, അവരെ ഓച്ചാനിച്ചു നിൽക്കുന്നവരായിരിക്കണം ഇവിടുത്തെ ജനാധിപത്യ രാജ്യത്തുള്ള ജനങ്ങൾ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരിൽ ഉള്ളതുപോലെയാണ് പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ. പലപ്പോഴും മാധ്യമങ്ങളോടടക്കം പുച്ഛത്തോടെ സംസാരിക്കുന്നത് ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്താണ്. ആ ഒരു ധാർഷ്ട്യത്തിൽ മന്ത്രിമാരും ഉന്നത നേതാക്കന്മാരും നിൽക്കുമ്പോൾ അവരുടെ അണികളും അതേ മനോഭാവത്തിൽ തുടരുന്നവരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ധ്യാനിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം ആരോപണം അല്ലെങ്കിൽ സൈബർ ആക്രമണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രിമാർ അവരുടെ സ്ഥാനത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുമ്പോൾ ആ അഹങ്കാരം അതിൻ്റെ താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർ ഉള്ളിലും ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇതിനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും തന്നെയാണ് പാർട്ടിയുടെ വലിയ തോൽവിക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്ക് CPI എത്തിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പരാജയം തന്നെയാണ് CPM-നെ സംബന്ധിച്ചിട്ടുണ്ടായത്. ചെങ്കോട്ട എന്ന് പറയുന്ന പല സ്ഥലങ്ങളും BJP-യും കോൺഗ്രസും പിടിച്ചടക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഈ തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് എത്തിയിരുന്നു. ആ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് തങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും തങ്ങൾക്ക് യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല, സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും വോട്ട് നിലയിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, വോട്ട് കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ള അവകാശവാദവുമായിട്ടാണ് CPM ആദ്യം തന്നെ രംഗത്തെത്തിയത്. പക്ഷേ പിന്നീട് ഇപ്പോൾ നിയമസഭ അടക്കം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും തെറ്റിതിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്ന് വ്യക്തമായതോടെ തങ്ങളുടെ പാളിച്ചകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇടത് നേതാക്കന്മാർ എന്നുള്ളതാണ്. പല നേതാക്കന്മാരും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം മന്ത്രിമാരുടെയൊക്കെ ധാർഷ്ട്യം, ജനങ്ങളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം പാർട്ടിക്ക് തലവേദനയാകുന്നുണ്ട്, പാർട്ടിയുടെ സ്വീകാര്യത നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ധ്യാനിനെതിരെ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ആ ഒരു സൈബർ ആക്രമണവും ഈ ഇടത് നേതാക്കന്മാരുടെ, ഇടത് ചിന്താഗതിക്കാരുടെ മനോഭാവം എത്രമാത്രം വൈകൃതമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ്.